ഓരോ ആയുധങ്ങളും ഉണ്ടാക്കിയെടുക്കുന്നതിന് പ്രധാനമായ ഉദ്ദേശമുണ്ട്. ഏതൊരു ലോക കഷണങ്ങൾ കൊണ്ട് തീർത്ത ആയുധത്തിന് അതിൻ്റെതായ ശക്തിയുണ്ട്, അതിൻ്റെതായ മൂർച്ചയുണ്ട്, അതിൻ്റെതായ പ്രവർത്തന പദമുണ്ട്. ആ പ്രവർത്തന മേഖലകൾ പോലും അവരുടെ ആശയത്തിൽ ഉരുത്തിരിഞ്ഞതാണ്. യെശയ്യാപ്രവചനം 54 അധ്യായം 17 വാക്യം, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കില്ല. ജീവിതത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഫലവിധമാകുന്ന പ്രയാസങ്ങൾക്കകത്ത് ആരോടും തുറന്നു പറഞ്ഞാൽ മനസ്സിലാകാത്ത നിരവധി വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏതുമായിക്കൊള്ളട്ടെ, ഒരുപക്ഷെ നിങ്ങൾക്കെതിരെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന പിശാചിൻ്റെ തന്ത്രമാകാം. ഒരുപക്ഷെ മറ്റൊരാളുടെ ആയുധത്തിൻ്റെ മുമ്പിൽ തലകുനിയപ്പെട്ടവരായിരിക്കാം. ഒരുപക്ഷെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന സമസ്ത വിഷയത്തിൻ്റെ എതിർപ്പുകളായിരിക്കാം ആയുധം നിനക്ക് വേണ്ടി തീർത്തതാണ്. പിശാച് ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ആയുധം നിന്നെ തീർത്തു കളയുവാനാണ്. ദൈവിക പദ്ധതിയിലേക്ക് അടുത്തു വരാതെ, ദൈവിക ഉദ്ദേശത്തിലേക്ക് നിലനിൽക്കാതെ വഴിമാറ്റി വിടുവാൻ, തകർത്തു കളയുവാൻ ഒരുപക്ഷെ ശൗലിൻ്റെ മേൽ ദുരാത്മാവ് ബാധിതനായപ്പോൾ, ദാവീദിനെ തകർത്ത് ഇളവാൻ കൊന്തം ചാണ്ടിയപ്പോൾ, ഇതുപോലെ പല സന്ദർഭങ്ങൾ കാണാം. എന്നെ കേൾക്കുന്ന പ്രിയരെ, അനുഭവിക്കുന്ന മേഖലയിലെ ആയുധം നിനക്കെതിരെയാ ഉയർന്നെടുക്കുന്നതെങ്കിലും തിരുവചനത്തിൽ പറയുന്നത്, നീതിമാനെ ന്യായാസനത്തിങ്കൽ തോൽപ്പിച്ച് കളയേണ്ടതിന് ദുഷ്ടന്റെ പക്ഷം ചേരുന്നത് നന്നല്ല. സദൃശവാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ തിരിച്ചറിയണം, എത്ര വലിയ ആയുധം ചമച്ചു വച്ചാലും സത്യം തെളിഞ്ഞു വരുന്ന ഒരു നാഴികയുണ്ട്. വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 18 അധ്യായം അതിൻ്റെ 37 വാക്യം 2 ഭാഗം ഇങ്ങനെ വായിക്കുന്നു, സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു, അതിനായി ലോകത്തിൽ വന്നുമിരിക്കുന്നു. സത്യതൽപരനായവൻ എല്ലാം എൻ്റെ വാക്ക് കേൾക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അതെ, സത്യം ജയിക്കേണ്ടതിന് തുണ നിൽക്കുവാൻ ഒരു സത്യവാനായ ദൈവം എനിക്കും നിങ്ങൾക്ക് നടുവിലുണ്ട്. നിനക്ക് വിരോധമായി ഉയർന്നു പുകിയ ആയുധത്തിൻ്റെ മൂർച്ച എത്ര ബലമുള്ളതാണെങ്കിലും സത്യത്തിന് സാക്ഷി നിൽക്കുവാൻ, സത്യത്തിന് തുണ നിൽക്കുവാൻ, സത്യം സംസാരിക്കുന്നവൻ, സത്യത്തിൽ ഉയർത്തപ്പെട്ടവൻ, സ്തോത്രം, ഇന്ന് പകൽ ഈ വചനം ശ്രവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ സമസ്ത വിഷയങ്ങൾക്ക് മധ്യത്തിൽ എഴുന്നേൽക്കും. ഭക്തനായിരിക്കുന്ന ദാനിയേലിനെ വീഴ്ത്തിക്കളയുവാൻ ഉപയോഗിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന ആയുധം, ഭക്തനായിരിക്കുന്ന യോസഫിനെ ഇല്ലായ്മ വരുത്തുവാൻ ഉയർത്തിക്കൊണ്ടുവന്ന ആയുധം, ഭക്തനായിരിക്കുന്ന പൗലോസിനെ തകർത്ത് കളയുവാൻ ഉയർത്തിക്കൊണ്ടുവന്ന ആയുധം, എല്ലാ മേഖലകളിലും അതിൻ്റെ പ്രവൃത്തിപഥത്തോടുകൂടെ ഉയർന്നു വന്നു. വളരെ പ്ലാനോടെ അവർ ചെയ്ത സകല പ്ലാനുകളെയും ഒറ്റ സെക്കൻഡ് കൊണ്ട് പൊളിച്ചു മാറ്റി. ഇന്ന് തിരിച്ചറിയണം, ആയുധം ഉണ്ടാക്കാതിരിക്കില്ല, ആയുധം ഉണ്ടാക്കും. ആയുധം അതിൻ്റെ പ്രവൃത്തി ചെയ്യാതിരിക്കില്ല, ചെയ്യും. അവർ കുഴിച്ച കുഴിയിൽ അവർ തന്നെ വീണു എന്ന് തിരുവചനം നാം വായിക്കും പോലെ, ആയുധം ഉണ്ടാക്കിയവൻ, ആയുധത്തിൻ്റെ ആ രുചി അറിയപ്പെട്ടുവെങ്കിൽ ഇന്ന് പകൽ തിരിച്ചറിയണം, ആയുധം ഉണ്ടാക്കുവാനും അത് എപ്രകാരം ഉപയോഗിക്കണമെന്നും അതിൻ്റെ നഷ്ടം, അതിൻ്റെ വേദനയുടെ ആഴം, അതിൻ്റെ പ്രവർത്തന മേഖലകൾ എപ്രകാരമാണെന്ന് ഡിസൈൻ ചെയ്തു വച്ചവർക്ക് തന്നെ അത് വിനയായി ഭവിച്ചതാണ് എന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ചന്ദ്രക്കിനെയും മേശക്കിനെയും അഭേന്ദ്രൂപിനെയും തകർത്തു കളയുവാൻ ഉയർന്നു പൊങ്ങിയ ജ്വാലയ്ക്കകത്തേക്ക് അത് ചെയ്തവൻ തന്നെ ദഹിക്കുമാറായി തീർന്നെങ്കിൽ, ചുമന്നുകൊണ്ട് പോയവർ തന്നെ
മുമ്പിൽ കണ്ടുകൊണ്ട് ദഹിച്ചു മാറിപ്പോയെങ്കിൽ, ഭക്തനായിരിക്കുന്ന ദാനിയേലിനെ സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് വലിച്ചെറിയുവാൻ അവരുണ്ടാക്കിയ പദ്ധതിക്കകത്ത് അതേ അഭിരുചി അവർ തന്നെ തിരിച്ചറിയുമാണ്. അവൻ സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് വീഴുന്ന സമയത്ത് തന്നെ സിംഹങ്ങൾ അവരുടെ അസ്ഥികളെ തകർത്തു കളഞ്ഞെങ്കിൽ, ഹല്ലേലൂയ, മൂർച്ചയേറിയ ആയുധങ്ങൾ നിനക്കുമേൽ പ്രയോഗിക്കുമ്പോൾ ഒരുപക്ഷെ കരത്തിലിരിക്കുന്ന പ്രമാണം മുഖാന്തരമായി എല്ലാം പോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഹൃദയത്തിൻ്റെ അകത്തുയർന്നു വന്ന രോക്ഷാകുലമായ വാക്കുകൾ കൊണ്ടുപോലും ഒരുപക്ഷെ ദൈവത്തോട് ക്ഷമിക്കണമേ എന്ന് പറയുന്ന ഒരു ഭക്തനായിരിക്കാം. തിരിച്ചറിയുക, ആയുധത്തിന് മൂർച്ചയുണ്ട്, ആയുധത്തിന് ഒരു ലക്ഷ്യമുണ്ട്, ആയുധം പ്രയോഗിക്കുന്ന വിധമുണ്ട്, ആയുധത്തിൽ ഏൽക്കപ്പെടുന്ന മുറിവിന് ആഴമുണ്ട്, ആയുധത്തിന് ഏൽക്കപ്പെടുന്ന മുറിവിന് വേദനയുണ്ട്. പക്ഷേ ഒരു കാര്യം തിരിച്ചറിയണം, സത്യത്തിനു വേണ്ടി തുണ നിൽക്കുന്നവൻ, കൂടെയിരിക്കാമെന്ന് അരുളി ചെയ്ത മഹാദൈവം കൂടെ ഇരുന്നു കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ എത്ര ശക്തമേറിയ ആയുധം വിരോധമായി ഫലിച്ചാലും, അത് നേരെ കടന്നു വന്നാലും ദുഷ്ടന്റെ സകല തീയമ്പുകളെ തടുക്കുവാൻ കഴിവുള്ള വിശ്വാസത്തിന്റെ പരിധി ഉയർത്തിപ്പിടിക്കുക. ഇന്ന് പകൽ ദൈവം പ്രവർത്തിപ്പാൻ എഴുന്നേൽക്കും, ഒരായുധവും നിനക്ക് ഫലിക്കുകയില്ല. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു ഓൾ.